ഹലോ, എൻ്റെ PSC ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. PSCയുടെ LPST ഇൻ്റർവ്യൂ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിന് മുമ്പുള്ള സ്റ്റെപ്സ്, അവിടെ നിന്നുള്ള പ്രൊസീജിയേഴ്സ്, ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, PSC എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2024 ജൂലൈ 20 നടന്ന LPSTയുടെ PSC എക്സാമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിലായിരുന്നു എക്സാം. ജൂലൈയിൽ എക്സാം കഴിഞ്ഞ് ഡിസംബർ 12 LPSTയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിരുന്നു. നിങ്ങൾ PSC എക്സാം എഴുതി കട്ട് ഓഫ് ലെവലിൽ മാർക്ക് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ PSCയുടെ പ്രൊഫൈലിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഗ്രൂപ്പുകളിൽ മെമ്പർ ആണെങ്കിൽ അതുവഴി പ്രൊഫൈൽ മെസ്സേജ് വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇടയ്ക്കിടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നീട് ടൈമിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു. പിന്നീട് ഷോർട്ട് ലിസ്റ്റ് വന്നത് ശേഷം ഒരു ജനുവരി 15 ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മെസ്സേജ് വന്നു. ഷോർട്ട് ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ മെയിൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ PSC ഓഫീസിലായിരുന്നു വെരിഫിക്കേഷൻ. ഒരേ ഡേറ്റിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും ഒക്കെ മിക്സ്ഡ് ആയിട്ടായിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ ഞാൻ പോയ ദിവസം അവിടെ മെയിൻ ലിസ്റ്റിലുള്ളവരും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവരും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷനിലുള്ളവരെയൊക്കെ പരിചയപ്പെടാനും അതിൽ മെമ്പർ ആവാനും അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാനും ഒക്കെ പറ്റി. അത് പിന്നീട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള പ്രൊസീജിയറിനൊക്കെ ഉപകാരപ്രദമായിരുന്നു. മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ PSC ഓഫീസിലായിരുന്നു എനിക്ക് വെരിഫിക്കേഷൻ. ഒരു 1-2 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ പ്രൊഫൈലിൽ OTP മെസ്സേജ് വന്നു. എനിക്ക് അന്ന് തന്നെ രാത്രിയോടുകൂടി വന്നു. എൻ്റെ കൂടെയുള്ളവർക്ക് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രൊഫൈലിൽ OTP മെസ്സേജ് വന്നിരുന്നു. 1 ടൈം വെരിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിരുന്നു. കൂടുതൽ ഡീറ്റെയിൽസ്, ഈ 1 ടൈം വെരിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് ഇൻ്റർവ്യൂ മെസ്സേജ് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമിലായിരുന്നു ഇൻ്റർവ്യൂ. അതുപോലെ തന്നെ ഓരോ ഡേറ്റിലാണ് ഇൻ്റർവ്യൂവിനുള്ള മെസ്സേജ് വന്നത്. അപ്പോഴും തുടർച്ചയായിട്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റ് എന്ന ഭാഗത്താണ് ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും ടൈമൊക്കെ വന്നത്. ഇവിടെ നിന്ന് ആ ഇൻ്റർവ്യൂ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്തു. അതിൻ്റെ പ്രിന്റ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കയ്യിൽ വെക്കണമായിരുന്നു. മലപ്പുറം ജില്ലയിൽ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ടും നിലവിലെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് മറ്റ് ജില്ലകളിലെ PSC ഓഫീസുകളിൽ വെച്ചിട്ടും ഇൻ്റർവ്യൂ നടന്നിരുന്നു. എനിക്ക് എറണാകുളം PSC ഓഫീസിലായിരുന്നു ഇൻ്റർവ്യൂവിന് കിട്ടിയത്. PSC ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊഫൈൽ വഴിയോ ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉള്ളവർക്ക് അത് റീഷെഡ്യൂൾ ചെയ്യാനും വേറെ സ്ഥലത്തേക്ക് മാറ്റാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് തന്നെയാണ് അറ്റൻഡ് ചെയ്തത്. മാർച്ച് 21 എൻ്റെ ഇൻ്റർവ്യൂ. പിന്നെ ഇനി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ മാർച്ച് 21 9:20 എനിക്ക് ഇൻ്റർവ്യൂവിന് ടൈം കിട്ടിയത്. അപ്പോൾ അതിൽ അഡ്മിഷൻ ടിക്കറ്റിൽ തന്നെ പറഞ്ഞിരുന്നു അവിടെ 8 മണിയോടുകൂടി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ തലേ ദിവസം അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. 9:30 ഇൻ്റർവ്യൂ. 8 മണിക്ക് തന്നെ അവിടെ എത്തി. അവിടെ എറണാകുളം PSC ഓഫീസിൽ റീജിയണൽ PSC ഓഫീസും ഡിസ്ട്രിക്ട് PSC ഓഫീസും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും സെൻറ്റർ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളിലേക്ക് കടത്തിവിട്ടത്. പിന്നെ ബാച്ച് 1 മാത്രമല്ല, ഒരു 11 മണിയോടുകൂടി ബാച്ച് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം അവർ താഴ്ന്ന് തന്നെ സെക്യൂരിറ്റി അഡ്മിറ്റ് കാർഡ് ചെക്ക് ചെയ്ത് ബാച്ച് 1 മാത്രമാണ് 8 മണിയോടെ മുകളിലേക്ക് കയറ്റിവിട്ടത്. കൃത്യസമയത്ത് തന്നെ എത്തണം. കാരണം അവിടെ പോയിട്ട് കുറച്ച് വെരിഫിക്കേഷനും പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ടൈം അവിടെ ഒരുമിച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പം കൃത്യസമയത്ത് തന്നെ എത്തണത് മസ്റ്റായിട്ട് ഉള്ള കാര്യമാണ്. പിന്നെ കുറച്ച് ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മുടെ OTP, ബയോഡാറ്റ, ഇതൊക്കെയാണ് അവർ ചെക്ക് ചെയ്തത്. ആധാർ കാർഡും കയ്യിൽ വെച്ചിരുന്നു. അതല്ലാതെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒന്നും പിന്നെ വാങ്ങി നോക്കിയില്ല. ഈ OTP, 1 ടൈം വെരിഫിക്കേഷൻ, നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ PSCയുടെ സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയ ബയോഡാറ്റയാണ് അവർ ചോദിച്ചത്. പിന്നെ അവിടെ സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് തന്നെ അതേ രീതിയിൽ തന്നെ സൈൻ ചെയ്യണം. സൈനിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്യും. അങ്ങനെ പാടില്ല. അതേ രീതിയിൽ തന്നെ സൈൻ ചെയ്യണം. പിന്നെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കയ്യിൽ വെച്ചിരുന്നു, അതൊന്നും അവർ ചോദിച്ചില്ല. പിന്നെ മൊബൈൽ ഫോണ് ഫ്ലൈറ്റ് മോഡിലാക്കിയാൽ പോരാ, കറക്റ്റ് ഓഫ് ചെയ്ത് ബാഗിൽ വെക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ഫോൺ തീരെ ഉപയോഗിക്കാൻ സമ്മതിച്ചിരുന്നില്ല.
പിന്നെ അവിടെ ഒരു 1 hour ഒക്കെ വെയിറ്റിംഗ് ടൈം വരുന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് ബുക്സ് നോക്കാനോ പേപ്പർ വായിക്കാനോ റെഫർ ചെയ്യാനോ ഒന്നും അനുവദിച്ചിരുന്നില്ല. ഈ OTV സർട്ടിഫിക്കറ്റ് പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്യണോ വേണ്ടിയിരുന്നത്. കൊണ്ടുപോകാനുള്ള ബയോഡാറ്റ PSCയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. 2 തരം ബയോഡാറ്റകൾ ഉണ്ടായിരുന്നു. ഒന്ന് +2 വരെ ക്വാളിഫിക്കേഷനുള്ളവർക്ക്, ഡിഗ്രി ഇല്ലാത്തവർക്കുള്ളൊരു ബയോഡാറ്റയുടെ ഫോമും ഡിഗ്രി PG ഒക്കെ ഉള്ളവർക്കുള്ളൊരു ബയോഡാറ്റയുടെ ഫോമും ഉണ്ടായിരുന്നു. അപ്പോൾ LPSTക്ക് ഡിഗ്രി നിർബന്ധമില്ലാത്തതിനാൽ ചിലർ ആ രീതിയിലുള്ള ഫോമാണ് കൊണ്ടുവന്നിരുന്നത്. ഞാൻ എന്തായാലും ഡിഗ്രി ഉള്ളതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ബയോഡാറ്റയുടെ ഫോമാണ് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊണ്ടുപോയത്. ബയോഡാറ്റയുടെ ഫോം സ്ക്രീനിൽ കാണിക്കാം. ബയോഡാറ്റയിൽ പ്രധാനമായിട്ട് നമ്മുടെ പേര്, അഡ്രസ്സ്, എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, വീട്ടിലുള്ളവരുടെ ജോബ്, ഹോബീസ്, നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, NSS NCC വോളണ്ടിയർ ആയിട്ട് എങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ, ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ സൈന് പ്രൊഫൈലിലെ പോലെ തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു വെരിഫിക്കേഷനും സൈൻ ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ ബാച്ചിലുള്ളവരെയും അവരുടെ നമ്പർ ക്രമത്തിൽ ഓർഡർ ആക്കിയിരുത്തി ഇന്റർവ്യൂ റൂമിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഇരുത്തി. ഏകദേശം 8:45 ഇതൊക്കെ കഴിഞ്ഞു. അവിടെ നിന്ന് ഒരു 1 hour ഏകദേശം ഒരു 9:30 ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയത്തും ഫോണൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും വായിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അവിടെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ കൂടെ അവിടുത്തെ തന്നെ ഒരു ഓഫീസറും ഉണ്ടായിരുന്നു. അവർ നമ്മളെ ഓർഡറിൽ കയറ്റി വിടാൻ വേണ്ടിയിട്ട് കൂടെ വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്റർവ്യൂ റൂമിന്റെ മുമ്പിൽ വെയിറ്റ് ചെയ്തു. ഏകദേശം 9:30 ഇന്റർവ്യൂ പാനലുള്ളവർ വന്ന് ഇന്റർവ്യൂ തുടങ്ങി. ആ സമയത്ത് നമ്മൾ ടെൻഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ഒരു ഊഴമാവുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ ആവരുത്. ടെൻഷൻ ആവാതെ റിലാക്സ് ആയിട്ട് എല്ലാവരും ഇന്റർവ്യൂ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ പാനലിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേരും നല്ല സപ്പോർട്ടീവായിട്ട് സിമ്പിൾ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മളെ കംഫർട്ട് ആക്കിയതിന് ശേഷമാണ് ഇന്റർവ്യൂ തുടങ്ങിയത്. പിന്നെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ ഫയൽ എടുത്ത് അകത്തേക്ക് കയറിപ്പോയി. എനിക്ക് LPUPയുടെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ബയോഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും ചോദിച്ചത്. അപ്പോൾ ബയോഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വീട്, പഠിച്ചത് എവിടെയാ, അങ്ങനത്തെ കോമൺ ക്വസ്റ്റ്യൻസ് എന്നാണ് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കംഫർട്ട് ആക്കിയിട്ടാണ് ഇന്റർവ്യൂ തുടങ്ങിയത്. പിന്നെ നമ്മുടെ ഡിഗ്രി PG അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചു. സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ MA ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലൊരു പോയം ചൊല്ലാനും ഗ്രാമർ എങ്ങനെയാണ് കുട്ടികൾക്ക് എടുക്കുക, അങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നത്. പിന്നെ ബയോഡാറ്റയിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ബുക്ക് റീഡിംഗ് ഒക്കെ എഴുതുമ്പോൾ ബുക്കുകളെ കുറിച്ചൊക്കെ ഒരുപാട് വാസ്റ്റായിട്ട് ചോദിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് എഴുതാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് പറയാൻ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് ചോദ്യം വരാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് എഴുതുന്നതാണ് നല്ലത്. ഞാൻ പെറ്റ്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. പിന്നെ ഇംഗ്ലീഷിലുള്ള ബയോഡാറ്റ ആണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഫില്ല് ചെയ്യുക, മലയാളത്തിലെ ബയോഡാറ്റ ആണെങ്കിൽ മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് ഹോബീസിൻ്റെ ഭാഗത്തു നിന്നൊന്നും ചോദ്യങ്ങളൊന്നും വന്നിരുന്നില്ല. പിന്നെ ഞാൻ എയ്ഡഡ് സ്കൂളിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് PSC നോക്കാൻ കാരണം എന്നൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ ഗവൺമെൻറ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും കമ്പയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാനിപ്പോൾ സാധ്യതയുണ്ട്. പിന്നെ ഏറ്റവും പുതുതായിട്ട് എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച്, ഇപ്പോൾ TM സബ്മിറ്റ് ചെയ്യാൻ സമഗ്ര ഉപയോഗിക്കുക, അങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനിയുള്ള ഇൻ്റർവ്യൂസിന്. ടീച്ചിങ് ഫീൽഡിൽ കേട്ടോ, മറ്റ് ഇൻ്റർവ്യൂസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയ ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വാർത്തയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഏകദേശം മെയ് 31 ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയത് മെയ് 30-നാണ്. മെയ് 31 തന്നെ എല്ലാ ജില്ലയിലെയും LPSTയുടെ റാങ്ക് ലിസ്റ്റ് വന്നിരുന്നു. അപ്പോൾ ഞാനൊരു 200-നും 250-നും ഇടയിലുള്ള റാങ്കാണ് എനിക്ക് വന്നത്. കൃത്യമായിട്ട് പറയുന്നില്ല. ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് വന്നിട്ടില്ല, അത് വിവിധ ജില്ലകളിൽ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ PSC ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ്. എല്ലാവരും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ആവശ്യപ്രകാരം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ PSC എഴുതുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക. എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു.